ഗുഡ് മോർണിംഗ് ടു ഓൾ. ഈ പടം കണ്ടോ? ഇതിന് ഒരർത്ഥമുണ്ടോ? സ്റ്റോപ്പ്. എന്തൊക്കെയാണ് നിർത്തേണ്ടത്? ഒരു വ്യക്തി തന്നിലെ ദുർശീലങ്ങളും ദുർചിന്തകളും ദുർപ്രവൃത്തികളും നിർത്തണം. തനിക്കോ മറ്റൊരാൾക്കോ സർവ്വചരാചരങ്ങൾക്കോ ദോഷം വരുന്ന ഒരു പ്രവൃത്തിയും ചെയ്യരുത്. കലി, കോപം, കുശുമ്പ്, അസൂയ, പ്രതികാരചിന്ത, ദുർചിന്ത, അലസത, മടി, അഹങ്കാരം, ഞാനെന്ന ഭാവം, ക്ഷമയില്ലാതെ വരിക, സ്നേഹമില്ലാതെ വരിക, ഇതൊക്കെയും നമ്മൾ നിർത്തേണ്ട പല കാര്യങ്ങളാണ്. ഞാൻ ചോദിക്കുവാണ്, സുഹൃത്തെ, നിങ്ങളുടെ പ്രായം എത്രയാണ്? ഈ പ്രായം വരെ നിങ്ങൾ എന്തെങ്കിലും നിർത്തിയോ? ദുർശീലങ്ങൾ നിർത്തിയോ? ദുർചിന്തകൾ നിർത്തിയോ? ദുർപ്രവൃത്തികൾ നിർത്തിയോ? നിങ്ങളുടെ മനസ്സ് ശുദ്ധമാണോ? ശുദ്ധമായ മനസ്സുള്ളവരെ ദൈവം സ്നേഹിക്കും. ദൈവത്തിന് ജാതിയും മതമൊന്നുമില്ല. ഒറ്റ ദൈവമേ ഉള്ളൂ. അത് സൃഷ്ടാവും പരിപാലകനും സംഹാരകനുമായ ത്രിയേക ദൈവം, അല്ലെങ്കിൽ പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ്, അല്ലെങ്കിൽ സൃഷ്ടാവ്. ഈ മൂന്ന് ദൈവങ്ങളെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ ഈ പടത്തിൻ്റെ അർത്ഥം, ഇതിന് നടുക്ക് കാണുന്നത് ഒരു കുരിശാണ്. ഭൂമിയിൽ മനുഷ്യൻ്റെ പാപങ്ങൾ പെരുകിയപ്പോൾ ആ പാപങ്ങൾക്ക് പരിഹാരമായി ഒരാൾ ക്രൂശിൽ മരിക്കണമെന്നുള്ളതാണ്. ഞാൻ ക്രിസ്ത്യാനിയല്ല. ഞാൻ ആരെയും ക്രിസ്തുമതത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നുമില്ല. ഞാനൊരു ഹിന്ദുവാണ്. ജനനം കൊണ്ട് ഹിന്ദുവാണ്. എൻ്റെ ജാതി പരിശോധിച്ചാൽ ഹിന്ദുവാണോ ക്രിസ്ത്യനാണോ മുസൽമാനാണോ? എൻ്റെ 2 മാതാപിതാക്കൾ ഹിന്ദുവായിരുന്നു, അതെനിക്കറിയാം. അവരുടെ 4 മാതാപിതാക്കളും ഹിന്ദുക്കളായിരുന്നു, അതെനിക്കറിയാം. എന്നാൽ അവരുടെ 8 മാതാപിതാക്കളോ 16 മാതാപിതാക്കളോ 32 മാതാപിതാക്കളോ 64 മാതാപിതാക്കളോ 128 മാതാപിതാക്കളോ 256 മാതാപിതാക്കളോ, അങ്ങനെ ആദ്യ മാതാപിതാക്കൾ വരെയുള്ളവർ ഏത് ജാതിയായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. ജാതി മതമൊന്നും അല്ല നിങ്ങളെ ശ്രേഷ്ഠനാക്കുന്നത്. നിങ്ങളുടെ ചിന്തയാണ്. നല്ല ചിന്ത എപ്പോഴും മനസ്സിൽ വരിക. ദുർചിന്തകളെ ആട്ടി ഓടിക്കുക. തനിക്കോ മറ്റൊരാൾക്കോ ഏതെങ്കിലും ചരാചരത്തിനോ ദോഷം വരുന്ന ഒരു പ്രവൃത്തിയും ചെയ്യാതിരിക്കുക. കൂടുതൽ സമയം പ്രാർത്ഥിക്കുക. നല്ല പ്രവൃത്തികൾ ചെയ്യുക. അവനവൻ്റെ കടമകൾ ചെയ്യുക. കർത്തവ്യങ്ങൾ ചെയ്യുക. ഇതൊക്കെയാണ് ഒരു മനുഷ്യൻ ചെയ്യേണ്ട കാര്യങ്ങൾ. ചെയ്യരുതാത്തതാണ് പലരും ചെയ്യുന്നത്. പലരും പലതിനും അടിമകളാണ്. അടിമകളോട് ഞാൻ പറയുവാണ്, നിങ്ങൾ നിർത്തൂ. നിങ്ങൾ എന്തിനാണോ അടിമയായിരിക്കുന്നത് ആ പ്രവൃത്തി നിർത്തൂ. പിന്നെ അത് ചെയ്യരുത്. അങ്ങനെ നിങ്ങൾ ദൈവത്തിൻ്റെ വഴിയിലേക്ക് വരുവാൻ ഭൂമിയിലെ സകല മനുഷ്യരെയും ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. എല്ലാ മനുഷ്യരും നന്മ ചെയ്യണം. എല്ലാ വീട്ടിലും നല്ല അനന്തര തലമുറ ജനിക്കണം. അതിന് അറിയാവുന്നവരോട് ചോദിക്കണം, എൻ്റെ വീട്ടിലൊരു നല്ല അനന്തര തലമുറ ജനിക്കാൻ മാതാപിതാക്കളായ ഞങ്ങൾ എന്തൊക്കെ ചെയ്യണം? എത്രയോ വീഡിയോ ഇട്ടു. ഒരാൾ അല്ലെ 2 ആൾ, അതിൽ കൂടുതൽ ആരും ഇത് ശ്രദ്ധിക്കുന്ന പോലുമില്ല. ആ 2 ആൾക്കാരെ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ അത് ഷെയർ ചെയ്യണം. എൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ്. അത് കാണണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്നിത്രയേ ഉള്ളൂ. നന്ദി, നമസ്കാരം.